ഇന്ന് ദൈവജനം സംസാരിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Today, before we go into the Word of God, I want to share with you from my life experiences with you. 48 വർഷമായിട്ട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ. About 48 years I have been speaking the gospel of Jesus as the preacher of God. 1974 ഓഗസ്റ്റ് മാസം എൻ്റെ വീടിനടുത്തുള്ള പുറ്റടി എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്നാണ് യേശുവിനെ കുറിച്ച് ഒരു ഓഗസ്റ്റ് മാസം ഞാൻ പ്രസംഗിച്ചു തുടങ്ങുന്നത്. From 1974, from a small town in the place where I grew up, where I started preaching about the Lord Jesus. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 48 വർഷങ്ങൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എനിക്കും അത് കേൾക്കുന്നവർക്കും വരുത്തുന്ന മാറ്റങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. 48 years, when I see it back, I'm so wondrous to see how the Lord has brought transformation through the word of God and the gospel. സുവിശേഷ പ്രവർത്തനങ്ങളെ മതം മാറ്റ പ്രക്രിയയായിട്ടും വൈദേശിക ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ടും ചിലർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. Some people interpret the preaching of the gospel as the change of their religion and coercing them into the way of God. എന്നാൽ പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ആരെയും മതം മാറ്റാത്ത ഒന്നാണ് ക്രിസ്തുവിന്റെ മാർഗം. The way of the Christ is not one which compels or coerces someone into the way of God. ഒരിക്കൽ യേശുവിന്റെ പ്രസംഗം കേട്ട ചില ശിഷ്യന്മാർ ഇത് കഠിന വാക്കാണ് എന്ന് പറഞ്ഞ് യേശുവിൽ നിന്ന് അകന്നുപോയി. Few of the disciples of the Jesus, when they heard the word of Jesus, they said these are a very difficult, tough words, so they went away from him. മറ്റ് ശിഷ്യന്മാർ പത്രോസ് ഉൾപ്പെടെയുള്ളവർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ പ്രസംഗം മുഖാന്തരം ചിലർ യേശുവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് പറഞ്ഞു. Some disciples along with Peter, because of his hard teaching, some disciples have gone away and they brought a complaint to the Lord Jesus. അപ്പോൾ യേശു പത്രോസിനോട് അവരോട് പറഞ്ഞത് നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്നാണ്. That time Jesus said Peter and his other disciples, even if you want to leave, you can go. എന്നാൽ പത്രോസ് പറഞ്ഞു നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലുള്ളത് കൊണ്ട് ഞങ്ങൾ എവിടെ പോകും? But Peter answered and said, Lord, you have the words of eternal life. Where else can we go away from? ഈ സംഭവത്തിൽ നിന്ന് യേശു ആരെയും പ്രലോഭിപ്പിച്ചോ പീഡിപ്പിച്ചോ തന്നോടൊപ്പം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. From this incident, we understand that Jesus does not want to have anyone coerced or compelled into his way. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മാർഗം പ്രലോഭിപ്പിച്ചോ പീഡിപ്പിച്ചോ മതം മാറ്റുന്നതല്ല ക്രിസ്തുവിന്റെ മാർഗം. Therefore, the way of Christ is nothing to persecute or someone to be compelled and forced into. എന്നാൽ പീഡിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മതത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ജനത്തെ പൂട്ടിയിടുന്നതാണ് ഏറ്റവും നീചമായ കാര്യം. അതിനെതിരായിട്ടാണ് വാസ്തവത്തിൽ നിയമം ഉണ്ടാക്കേണ്ടത്. Actually, the law has to be made for those people who are by force put into the religion and made by force to follow its rules, and against it the laws have to be made. പ്രലോഭിപ്പിക്കാതെയും പീഡിപ്പിക്കാതെയും ഏത് മതവിശ്വാസികൾക്കും യേശുവിനെ സ്വീകരിക്കാൻ സ്വമനസ്സോടെ സ്വാതന്ത്ര്യം കൊടുത്താൽ ജനകോടികൾ വീണ്ടും കർത്താവിന്റെ അടുക്കിലേക്ക് വരുമായിരുന്നു. Without forcing anyone or punishing anyone, if the people were given free will and freedom to accept the Lord Jesus, multitudes of people would have come to the presence of God. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ആരും മതം മാറിയവരല്ല, മതം മാറ്റുന്നവരല്ല. What I am coming to say to you is we are not anyone that we are changing your religion or changing your identity. ഈ യേശുവിന്റെ സുവിശേഷം ആരെല്ലാം സ്വീകരിക്കുന്നു അവർക്ക് സമാധാനമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, രൂപാന്തരമുണ്ടാകുന്നു, അനുഗ്രഹമുണ്ടാകുന്നു, ആത്മരക്ഷയുണ്ടാകുന്നു. Whoever receives the gospel of the Lord Jesus, they are having the peace of God, they are having the transformation, the blessing of God, and the one that is transforming the life. മതത്തിന് തരുവാൻ കഴിയാത്ത, കൊടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് യേശു മനുഷ്യന് കൊടുക്കുന്നത്. What the religion cannot give is what the Lord Jesus gives to the human being. അത് മനസ്സിലാക്കി ജനം യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. So understanding this, people come closer to the Lord Jesus. യേശുവിന്റെ അടുക്കിലേക്ക് ജനം വരാതിരിപ്പാൻ ജനത്തെ പീഡിപ്പിച്ചും
നിയമങ്ങൾ ഉണ്ടാക്കിയും പ്രലോഭിപ്പിച്ചും ബന്ധിച്ചിട്ടിരിക്കുന്ന ദുഃഖകരമായ രംഗങ്ങളും നമ്മൾ ലോകത്തിൽ കാണും. We see around the sorrowful scenes of people prohibited to come to the Lord Jesus, and how they are forced into, they are persecuted, and they are banned from receiving anything of Christ. ചങ്ങനാശ്ശേരിയിലെ അറിയപ്പെട്ട ഒരു കുടുംബമായ കാക്കുഴി കുടുംബത്തിൽ ജനിച്ച്, ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. There was a young person called Rajesh from the Nair family from Changanasheri. രാജേഷ് പഠിക്കുവാൻ മിടുക്കനായിരുന്നു. Rajesh was very smart at studies. തന്റെ ചെറുപ്രായത്തിൽ തന്നെ തനിക്ക് റബ്ബർ ബോർഡിൽ ജോലി ലഭിച്ചു. In a small age itself, he got a good job placed in rubber board. കൂടുതൽ ശമ്പളം ലഭിക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. When he understood that he will get more pay, he went to South Africa. പിന്നെ മദ്യപാനവും സീരിയൽ നിർമ്മാണവും ഒക്കെ ആയിട്ട് താൻ ഇങ്ങനെ കറങ്ങി നടന്നു. Then he was addicted to drugs, drink and other serious drugs that he was roaming around. ഇതിനിടയ്ക്ക് താൻ വിവാഹിതനാകുകയും ദൈവം അദ്ദേഹത്തിന് മക്കളെ കൊടുക്കുകയും ഒക്കെ ചെയ്തു. In between this, he was married and he had children. തന്റെ മദ്യപാനം എല്ലാം നഷ്ടപ്പെടുത്തി. He lost his alcoholism, made him lose everything. തന്റെ ജോലി നഷ്ടപ്പെട്ടു. He lost his job. തന്റെ പണം നഷ്ടപ്പെട്ടു. He lost his money. പല കേസുകളിലുമായി. He went into a lot of cases. തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും തന്നെ വിട്ടുപോയി. His wife and children went away from him. താനും തന്റെ അമ്മയുമായിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാന്താനം, ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള മാന്താനം എന്ന് പറയുന്ന ഒരു കോളനിയിൽ വന്ന് താമസം ആരംഭിച്ചു. He and his mother came in colony called Changanasheri Mandanam, and he started staying there. ആ സന്ദർഭത്തിലും അദ്ദേഹം മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു. Even in that situation, he was continuing his alcoholism. തനിക്ക് പണവും പ്രതാപവും ഉണ്ടായിരുന്നപ്പോൾ തന്നെ സ്നേഹിച്ച തന്റെ അമ്മായിയപ്പൻ തന്റെ പണം നഷ്ടപ്പെട്ടപ്പോൾ തന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോയതിൽ രാജേഷിന് കോപമുണ്ടായി. When he had good money and everything was there, his father was loving him, but when everything he lost, he took away his daughter to his home, and this brought very much anger for Rajesh. രാജേഷ് അമ്മായിയപ്പനെ കൊല്ലാൻ തീരുമാനിച്ചു. Rajesh decided to kill his father-in-law. വളരെ ക്രൂരമായി കൊല്ലണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. He had already plotted to kill him cruelly. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്ത്, in this time when he was living like this, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ രാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബൈക്കിൽ കയറി ചാരായം മേടിക്കാനായിട്ട് അദ്ദേഹം പോയി. He went with his friend in a bike to buy the tonic. കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് വാറ്റ് ചാരായം മേടിക്കാനായിരുന്നു രാജേഷ് രാജിയുടെ ബൈക്കിന്റെ പുറകിൽ കയറിയത്. Rajesh has gone in his friend Raji's bike to go to that place to get his toddy. എന്നാൽ രാജി നേരെ മുണ്ടിപ്പള്ളിയിലുള്ള ഞങ്ങളുടെ ചർച്ചിലേക്കാണ് വന്നത്. But Raji brought him directly to the church at Mundiapalli. രാജേഷിന് പോകാൻ വേറെ വഴിയൊന്നുമില്ല. യോഗം കഴിഞ്ഞ് ഈ ബൈക്കിൽ പോയി ചാരായം മേടിക്കാം എന്ന് അദ്ദേഹം കരുതി. Rajesh had no other way to go. He said he thought after this meeting is over, I'll go and get the toddy. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ സഭാ ഹാളിൽ വന്നിരുന്നു. Like that, they had come to our church hall. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ക്രിസ്തീയ യോഗത്തിൽ പങ്കെടുക്കുന്നത്. It was for the first time that they were taking part in the Christian meeting. ഭാഗ്യവശാൽ ഈ രാജേഷ് യേശുവിനെ സ്വീകരിച്ചു. By God's grace, Rajesh, he accepted the Lord Jesus as his person. തന്റെ മദ്യപാനത്തെ ദൈവം മാറ്റി. The Lord took away his alcoholism. തന്റെ ഭാര്യ മടങ്ങി വന്നു. His wife returned back. അമ്മായിയപ്പനെ കൊല്ലുവാൻ ആഗ്രഹിച്ച രാജേഷ് തന്റെ ഭാര്യയുടെ വീട്ടുകാരെ സ്നേഹിക്കാനും സഹായിക്കാനും തുടങ്ങി. The one who had plotted to kill his father-in-law, now he accepted his wife's family and they welcomed them. ദൈവം അദ്ദേഹത്തെ ഗൾഫിൽ ഒരു കമ്പനിയുടെ വെയർഹൗസ് മാനേജരാക്കി ഉയർത്തി. The Lord lifted them up as a warehouse manager in the Gulf. രാജേഷും തന്റെ ഭാര്യ ഗീതയും തന്റെ 3 മക്കളും
ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ സാക്ഷിക്കുന്നു. Rajesh and his wife Nida and their 3 blessed children are testifying the Lord in a blessed manner in that place. രാജേഷിന്റെ കുടുംബത്തിലും രാജേഷിന്റെ ഭാര്യയുടെ കുടുംബത്തിലുമുള്ളവരൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത്. അവർക്കൊന്നും ഈ രാജേഷിന്റെ ഈ മാറ്റത്തിൽ എതിർപ്പില്ല. Many of the relatives of Rajesh and his wife are staying around and they are not against his transformation. ഒരു മതമാറ്റമല്ല ഇതെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. They understood that this is not a change of religion, it is what they understood. യേശുവിനെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, if he had not accepted the Lord Jesus, ഒരുപക്ഷെ അദ്ദേഹം തന്റെ അമ്മായിയപ്പനെ കൊന്ന് ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. maybe he would have killed his father-in-law and he would have been caught and stayed in jail. തന്റെ കുടുംബജീവിതം തകരാറിലായി, കുഞ്ഞുങ്ങളൊക്കെ പല നിലകളിലായി പോകുമായിരുന്നു. His family life would have been destroyed and his children would have gone in different ways. എന്നാൽ യേശുവിനെ സ്വീകരിച്ചത് തനിക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരു നന്മയായി. But the fact that he accepted the Lord Jesus was a great blessing for him and his family and his children. രാജേഷ് ഈ സൂം മീറ്റിംഗിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഒരു വാക്ക് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ രാജേഷ്, come on. Doctor, please translate for me. Sure. Yes. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of the Lord Jesus be glorified. എൻ്റെ ടെസ്റ്റിമണി ഞങ്ങളുടെ പാസ്റ്റർ വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. My testimony was very simply shared by the pastor. 2022 ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ ചാരായം കുടിക്കാൻ പോകുന്ന വഴി മുണ്ടിയപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് എന്ന സഭയിൽ പോകുന്നത്. On the 2002 in 2002 it was a time when pastor said that I had gone to the church in Mundiapalli on the way to the shop to get the toddy. 10th ക്ലാസ് മുതൽ ഞാൻ മദ്യപിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. From the 10th standard itself I had this habit of drinking. ആൽക്കഹോളിക് വിഡ്രോവൽ സിൻഡ്രോം കാണിച്ച് ഞാൻ 2 തവണ വളരെ ലോങ് ടൈം ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. രണ്ട് പ്രാവശ്യം. I have been admitted twice in the hospital because I had alcoholic withdrawal symptoms. രാവിലെ എനിക്കൊരു ഗ്ലാസ്സിലോ ഒരു സബ്സ്റ്റൻസിലോ പിടിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. എൻ്റെ കൈകൾ വിറയ്ക്കുമായിരുന്നു. Morning even I didn't have strength to hold a glass because my hands used to shiver. എൻ്റെ മദ്യപാന സ്വഭാവം എൻ്റെ കുടുംബജീവിതം താറുമാറാക്കി. എൻ്റെ ഭാര്യ വീട്ടുകാർ വിളിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് പോയി. My habit of this alcoholism destroyed my home. My wife was called back to her home. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വൈകുന്നേര സമയം മദ്യപിക്കാൻ വേണ്ടി ഈ മുണ്ടിയപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് അങ്ങനെയാണ് ആ സമയത്താണ് ഞാൻ ഷാരോൺ ഫെലോഷിപ്പ് സഭയിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. In that time it was the time that I was going to Sharon Fellowship in Mundiapalli, and it was for the first time in my life that I was attending a Christian gathering. ആ കൂട്ടായ്മയുടെ അവസാനം എന്നോട് പ്രിയ ദേവദാസൻ വളരെ ചുരുക്കം ചില വാചകങ്ങൾ സംസാരിക്കുകയും അവസാനം ഈ നല്ല കർത്താവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ എന്ന് ചോദിക്കുകയും ചെയ്തു. At the end of the meeting, this dear servant of God had shared the words very, very simply, and he gave me an invitation. Do you want to accept the Lord Jesus as your Savior? പ്രിയമുള്ളവരെ, അന്ന് ഞാൻ അറിയാതെ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചതാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങൾക്കും കാരണം. Dear friends, that day, that decision which I made, accepting the Lord Jesus as my Savior, brought about all the changes that happened in my life. എൻ്റെ മാതാവ് യേശുവിനെ കാണുവാനിടയായി. My mother was able to see the Lord Jesus. 74-ാമത്തെ വയസ്സിൽ പ്രിയ ദേവദാസന്റെ മുൻപാകെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുവാനിടയായി. At the age of 74, in front of the servant of God, she could receive this Lord Jesus as a servant, Lord Jesus as a Savior, and get baptized. എൻ്റെ ഭാര്യ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി.
My wife came to accept the Lord Jesus as a savior. ഈ യേശു കർത്താവിന് മാത്രമേ തന്റെ ഭർത്താവായ രാജേഷിനെ നേർവഴി കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഈ എന്റെ ദേവദാസന്റെ മുൻപിൽ സ്നാനപ്പെടുകയും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുകയും ഇതുവരെ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. This Lord Jesus only can save my husband and bring him in the right way, that she believed and say, I accepted the Lord and took the baptism by the servant of God. എന്റെ പഴയ അവസ്ഥയിലായിരുന്നെങ്കിൽ എന്റെ കുട്ടികളുടെ ഭാവി എന്താവുമെന്ന് എനിക്ക് ചിന്തിക്കുവാൻ കൂടി സാധിക്കില്ല. If I was in my old state, I cannot even imagine what would have been the future of my children. എന്റെ മകളുടെ വിവാഹം ഏകദേശം ഒരു 7 മാസം മുമ്പ് നടക്കുവാനിടയായി. My daughter's wedding, അവർ കുടുംബമായി നെയ്യാറ്റിൻകരയിലായിരിക്കുന്നു. My daughter's wedding happened around 7 months ago. As a family, they are in Neyathinkara. എന്റെ 2 ആൺമക്കളും ഇപ്പോൾ അനുഗ്രഹമായി അവരെ ഇവിടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 other sons are there in a blessed way. They are having their education. പ്രിയമുള്ളവരെ, ബൈബിൾ 2002 എടുത്തു മുതൽ ആദ്യകാലങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചുവെങ്കിലും എന്റെ സമൂഹം, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ എന്നെ കൂടുതൽ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എന്ത് കാര്യങ്ങൾക്കും എന്നെ വിളിക്കുവാനും ഒക്കെയുമുള്ള ഒരു മാന്യമായ സ്ഥിതിയിലെ ദൈവമായ കർത്താവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. Dear friends, even as I took the Bible and followed the Lord from 2002, though initially we had certain struggles, but all our family members, relatives, everyone honored that decision. Even now they call for various things and they put me in a place of honor. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മതം മാറ്റമല്ല, ഞാൻ ഒരു മതത്തിന്റെ വക്താവല്ല. As the pastor said, this is not any change of religion. I'm not a religious person. ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവന്റെ പ്രമാണങ്ങളിൽ ആവുന്നത്ര രീതിയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. I accepted the Lord Jesus and followed his commandments as much as possible and firmly believe in it. That is what is strengthening me. ഇത്ര മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമില് എനിക്ക് 5 മിനിറ്റ് സാക്ഷ്യം പറയുവാൻ ദൈവം അനുവദിച്ചതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I want to thank the Lord for this platform where I could share the testimony of what the Lord has done in my life for this 5 minutes. ഈ കൂട്ടായ്മ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയും ഒരു തവണ പോലും മുടക്കം വരാതെ ഇതിൽ പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെയും കുടുംബമായി സഹായിക്കുന്നു. From the time that this Bible study has started, without even missing one fellowship, the Lord has given us as family to attend this Bible study. Praise God. ഞങ്ങൾ കൂടുതലൊന്നും അറിയില്ല. യേശു നല്ലവനാണ്, യേശു സ്നേഹവാനാണ്. ദൈവം അവരിൽ വിശ്വസിക്കുന്ന ഏവരെയും സമാധാനത്തോടെ കൊണ്ടു നടത്തുവാൻ യേശു പ്രാപ്തനാണ്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഒരു പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്നും വിടവാങ്ങുന്നു. Amen. We know that God is good and He is loving, and those who trust in Him, the Lord will faithfully lead them. Thank you for this opportunity. ഇതൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു മിനിറ്റ് പറയാം. സന്തോഷവും സമാധാനവും ഇല്ലായിരുന്നു എന്റെ ജീവിതത്തിൽ. ഈ നല്ല കർത്താവിനെ കണ്ട് അന്നോട്ട് ഇന്നുവരെയും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നു. The time that my life was without joy and peace, from the time I came to know the Lord has filled me with the joy and peace. യേശുവിനല്ലാതെ ആർക്കും എന്റെ കർത്താവിനെ എന്റെ മദ്യപാനത്തിൽ നിന്നും മാറ്റാൻ കഴിയില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം, ഞാൻ പൂർണ്ണമായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. I understood well that apart from Jesus, no one can transform my husband from his alcoholism. I trusted him and accepted him as my savior. യേശുവിനെ കണ്ട അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ നിമിഷം വരെയും സന്തോഷവും സമാധാനത്തോടെ ആയിരിക്കും. From the time that I found the Lord Jesus till now, I have been in peace and in joy. Praise God. Thank you. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളെ സുവിശേഷം പറയാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഘടകം ജീവിതങ്ങളിൽ കർത്താവ് വരുത്തുന്ന രൂപാന്തരമാണ്. May the Lord bless each of you. As I told you initially, the fact that the motive that we bring about the gospel of Jesus is the transformation that the Lord brings in their lives.
മതത്തിന് മയക്കുമരുന്നിൽ നിന്നോ മദ്യപാനത്തിൽ നിന്നോ അധർമ്മങ്ങളിൽ നിന്നോ കൊലപാതക അനുഭവങ്ങളിൽ നിന്നോ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നതിന്റെ തെളിവാണ് ഈ അധർമ്മങ്ങളുടെ വർധനവ് ഇവിടെ നമ്മൾ കാണുന്നത്. Drugs and alcohol, everything cannot be saved apart from the gospel, and the increase of it is here. We see the evidence of why the gospel is being hindered. മതത്തിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല, മതപ്രവർത്തനങ്ങൾക്കും കുറവുണ്ടായിട്ടല്ല, പക്ഷേ അനീതിയും അക്രമവും കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലും മദ്യപാനവും കൊണ്ട് ആത്മഹത്യ കൊണ്ട് ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. Why righteousness it's not that it is reduced or the religious work is reduced, but the unrighteous acts, the murders, the alcoholic deeds, everything is increasing. എന്നാൽ ഇതിൽ നിന്നെല്ലാം യേശുവിന്റെ സുവിശേഷത്തിന് ജനങ്ങളെ വിടുവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. But we preach the Lord Jesus because Jesus and the gospel of Jesus is able to deliver people from all this. That is why we preach it boldly. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി പറയുന്നു: പ്രലോഭിപ്പിച്ചോ പീഡിപ്പിച്ചോ ആരെയും യേശു തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നില്ല. Jesus does not bring anyone by coercion or by forcing them into the kingdom of God. അതിനെതിരായ ഒരു നിയമം ഉണ്ടായാൽ അത് യേശുവിന്റെ മാർഗത്തിന് യാതൊരു തകർച്ചയും ഉണ്ടാക്കുകയില്ല. If there is any law made against it, it will not hinder the way or the work of God. എന്നാൽ അതോടൊപ്പം പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ഒരു മതത്തിൽ വിശ്വാസികളെ തളച്ചിട്ടിരിക്കുന്നതും തെറ്റാണ് എന്നൊരു നിയമം കൂടി ഉണ്ടാക്കേണ്ടതാണ്. Along with that, they have to make a law that it is mistake for people to be forced into, coerced and punished to be under or submitted unto a religion. അപ്പോൾ ആ നിയമത്തിന് ന്യായമായ രണ്ട് വശങ്ങൾ ഉണ്ടാകും. Then there will be two sides of the justice for the law. പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ആരും മതം മാറ്റരുത്, പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ആരും മതത്തിൽ ആൾക്കാരെ നിർത്തരുത്. ഇതായിരിക്കണം നിയമം. ആ നിയമം എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. No one should force or coerce to be change their religion, or no one should be forced or coerced to stay in a religion. And that should be the completeness of that law. കർത്താവ് രാജേഷിനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. May the Lord bless Brother Rajesh and his family abundantly. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. We shall come to the book of Revelation. നാം 1-ാം അധ്യായത്തിൽ യേശുവിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് പഠിച്ചത്. In the first chapter we read about the external appearance of the Lord Jesus. 2-3 അധ്യായങ്ങളിൽ യേശു കർത്താവിന്റെ സഭയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. The second and third chapter we read about the church of the Lord Jesus. 4-ാം അധ്യായത്തിൽ സ്വർഗത്തെയും ദൈവത്തെയും ദൈവിക ആരാധനയുടെയും മനോഹരമായ അപ്പോക്കാലിപ്സ് ദർശനങ്ങളാണ് നമ്മൾ കാണുന്നത്. Fourth chapter we saw about the heaven and the opening of the throne and the apocalypse. 5-ാം അധ്യായത്തിൽ മുദ്രിത ഗ്രന്ഥത്തെക്കുറിച്ചും 6-ാം അധ്യായത്തിൽ ആ മുദ്രിത ഗ്രന്ഥം പൊട്ടിക്കുന്ന കർത്താവിനെയുമാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നത്. In the 5th chapter we see the sealed scroll, and the 6th chapter we see the lamb, the Lord who is worthy to open the scroll. 6-7 അധ്യായങ്ങളിൽ ആ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ്. അവസാനത്തെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 ദൂതന്മാർ കാഹളവുമായി രംഗപ്രവേശനം ചെയ്യുകയാണ്. 6th and 7th chapter we see the events happening at the time of the breaking open of the seal, and at the time of the 7th seal we see the 7 angels ready to blow the 7th trumpet. 8-ാം അധ്യായത്തിൽ 4 ദൂതന്മാർ കാഹളമൂതുന്നതും അപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 8th chapter we see how the 4 angels are blowing the trumpets and what events are happening. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ്. Today we are meditating on what are the events when the 5th angel blows his trumpet. അത് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. That is written in the chapter 9 verse 1 to 11. ആ ഭാഗം നിങ്ങളും ബൈബിൾ എടുക്കാം. ഞങ്ങൾ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് വായിക്കും. You can take your Bibles and read that passage. We will read it in Malayalam and English. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. Then the 5th angel blew his trumpet, and I saw a star that had fallen to the earth from the sky, and he was given the key to the shaft of the bottomless pit. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. വാക്യം 2, അവൻ അഗാധകൂപം തുറന്നു. And he opened the bottomless pit.
ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ പുകയിൽ നിന്ന് പുക പൊങ്ങി. And smoke arose out of the pit like the smoke of a great furnace. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. So the sun and the air were darkened because of the smoke of the pit. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. Then out of the smoke locusts came upon the earth. അതിന് ഭൂമിയിൽ തേളിനുള്ള ശക്തി ലഭിച്ചു. To them was given the power as the scorpions of the earth. വാക്യം 4. Verse 4. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയല്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. They were commanded not to harm the grass of the earth or any green thing or anything a tree, but only those men who do not have the seal of God on their forehead. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. They were not given authority to kill them, but to torment them for 5 months. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. Their torment was like the torment of the scorpion when it strikes the man. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. In those days men will seek death കാണുകയില്ല താനും. and will not find it. മരിക്കാൻ കൊതിക്കും. They will desire to die മരണം അവരെ വിട്ടുപോകും. and death will flee from them. വാക്യം 7. Verse 7. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. The shape of the locust was like horses prepared for battle. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷ്യ മുഖം പോലെയും ആയിരുന്നു. On their heads were crowns of something like gold, and their faces were like the faces of men. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. They had hair like women's hair. പല്ല് സിംഹത്തിന്റെ പല്ലു പോലെ ആയിരുന്നു. And their teeth were like lion's teeth. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. And they had breastplates like breastplates of iron. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. And the sound of the wings was like the sound of chariots with many horses running into battle. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. They had tails like scorpions, their stings in their tails. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. Their power was to hurt men 5 months. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. The angel of the bottomless pit was the king for it. അവൻ എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവനായ ഭാഷയിൽ അപ്പല്ലോൻ എന്നും പേർ. Whose name in Hebrew is Abaddon and in Greek he is named Apollyon. ഇവിടെ നമ്മൾ വായിച്ചത് 5 മാസം ഭൂമിയിലെ മനുഷ്യരെ ഉപദ്രവിക്കാൻ വരുന്ന അധോലോക ജീവികളെ കുറിച്ചുള്ള ഒരു ദർശനമാണ്. Here we see for 5 months how when the angel is blowing, they are tormented. 2 വർഷങ്ങൾക്ക് മുൻപ് ഈ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് നമ്മളെയൊക്കെ ഉപദ്രവിക്കും, ലോകത്തിൽ അനേകരെ കൊന്നുകളയും എന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. 2 years ago we didn't know that this COVID virus will persecute everyone and hurt anyone and kill many people. We didn't know about it. അതിന് വാക്സിൻ ഉണ്ടാക്കുന്നതിന് മുൻപ് ജനകോടികൾ മരിച്ചുപോയി. Before vaccine was created, for many millions of people died. കാരണം മെഡിക്കൽ സയൻസിന് അതിന്റെ കണ്ണുകൾക്ക് ലിമിറ്റ് ഉണ്ട്. Because medical science, to control it, they had a limitation. പലതും അറിയാമെങ്കിലും നാളെ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ചൊരു പൂർണ്ണമായ വെളിപ്പാട് മനുഷ്യർക്ക് ഇല്ല. When many people understand of many things, but what will happen in the future, people do not have a complete picture or revelation of it. ഇവിടെയാണ് വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ അത്യന്താപേക്ഷിത. It is where this invitation to the study of the book of Revelation. കാരണം നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. The Lord has specifically revealed what is going to happen in the tomorrow's year. വെളിപ്പാട് പുസ്തകം മത്തായി സുവിശേഷം 24:21 നമ്മുടെ കർത്താവ് പറഞ്ഞത് ഭൂമിയുടെ ആരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത മഹാപീഡന കാലം മാനവലോകത്തിന് ഉണ്ടാകും എന്നാണ്. In Matthew chapter 24 verse 21, the Lord has said that there will be great tribulation that has not been from the beginning of the world until now, no, never will be again. ലോക ചരിത്രത്തിലുണ്ടായ ഭയാനകമായ അനേക സംഭവങ്ങളും നമ്മളെ ഇന്ന് ഞെട്ടിപ്പിക്കുന്നതാണ്. So many frightening events that have happened across the world is the one which brings us to wonder.
അത് പ്രകൃതിക്ഷോഭമാണെങ്കിലും, അത് രോഗമാണെങ്കിലും, അത് യുദ്ധമാണെങ്കിലും, ക്ഷാമമാണെങ്കിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. Though it may be natural calamities or sickness or war or famine, everything brings us into perplexity. പക്ഷെ അതിനേക്കാൾ ഭയാനകമായ ഒരു കാലഘട്ടം ഭൂമിയിൽ ഉണ്ടാകും, ജനം അഭിമുഖീകരിക്കുമെന്ന് യേശു 2000 വർഷം മുൻപ് പറഞ്ഞിരിക്കുകയാണ്. But Jesus has warned us 2000 years ago, but there will be a period where there will be greater things happening, greater measure, and he has already told us. അതുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. The science teaches that all these are possibilities that can happen. മെഡിക്കൽ സയൻസിന്റെ പുരോഗമനം നമുക്ക് സഹായം ചെയ്യുമെങ്കിലും ഇന്ന് ലാബുകളിൽ ഉണ്ടാക്കുന്ന, കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വൈറസുകളും മറ്റു പല കാര്യങ്ങളും, ബയോളജിക്കൽ വെപ്പൺസ് ഏറ്റവും ഭയാനകമായ നിലയിൽ ജനത്തെ ആക്രമിക്കാൻ കഴിയുന്നതാണ്. Though the advance of the medical technology is helpful, but the bioweapons that are manufactured in the lab can hurt a large multitude of people and nations. ഫിസിക്സ് മേഖലയില്, ശാസ്ത്രീയ മേഖലയിലുള്ള ആഴമേറിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിന് പുരോഗമനം ഉണ്ടാക്കിയെങ്കിലും ആറ്റമിക് എനർജി അത് യൂസ്ഫുൾ ആയിട്ട് മാത്രമല്ല, എത്ര ഭയാനകമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. Though the physics and the science has discovered and made a lot of researches which is helpful to the mankind, but when we abuse it, how harmful can it be, and how they have used it to harm many people, we understand it clearly now. ആഗോളതാപനത്തിന്റെ പരിണിത ഫലം മാത്രം പഠിച്ചാൽ മതി ഈ മഹോപദ്രവകാലത്തിന്റെ ഭയാനകത ശാസ്ത്രീയമായി ഗ്രഹിക്കാൻ. When we understand the technological advancements and how it can destroy the mankind, we can understand how this great tribulation period can come into effect. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള പഠനം മാത്രം മതി ഈ മഹോപദ്രവകാലത്തെ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കാൻ. The study about this is just enough for to understand and picture and describe this great tribulation period. ഇവിടെ അഞ്ചാമത്തെ ദൂതൻ ഊതുകയാണ്. Here the fifth angel is sounding. ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ വീഴുന്നു. I saw a star falling from heaven to earth. വെളിപ്പാട് പുസ്തകത്തിലെ ഭാഷാ ശൈലി നമ്മൾ അറിഞ്ഞിരിക്കണം. We need to understand the literature style of the Revelation book. ആ ഭാഷയ്ക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട്. The language has its own meaning. ഇവിടെ പറഞ്ഞിരിക്കുന്ന നക്ഷത്രം നമ്മുടെ താരാപഥങ്ങളിലെ ഒരു നക്ഷത്രത്തെ കുറിച്ചല്ല. This is the star that is spoken here is not a star that we found in the sky. ഇത് ഒരു ദൂതനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. This is about a revelation about an angel. ദൂതന്മാരെ നക്ഷത്രങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. Angels are equivalent to the star. വിശുദ്ധന്മാരെ നക്ഷത്രങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. Even saints are made equivalent to the star. കർത്താവിന്റെ രഹസ്യവരവിനെയും ഒരു ഉദയ നക്ഷത്രത്തോട് ഉപമിച്ചിട്ടുണ്ട്. The secret coming of the Lord is also told as the morning star. ഇത് ആകാശത്തിൽ നിന്ന് വീണ ഒരു ദൂതനാണ് എന്ന് പറയുമ്പോൾ ഇത് തള്ളപ്പെട്ട ഒരു ദൂതന്റെ ഗണത്തിൽ പെടുന്ന ഒരു ദൂതനായിരിക്കും. Angel which fell from the heaven, that means is the angels which were rejected, and he may be part of them. പക്ഷെ അവനും ഒരു ദൗത്യമുണ്ട്. But he also has a purpose. അവന്റെ കയ്യിൽ ഒരു താക്കോൽ ലഭിക്കുകയാണ്. To him he is receiving a key. ആ താക്കോൽ കൊണ്ട് അവൻ അഗാധ കൂപത്തിന്റെ വാതിൽ തുറക്കുകയാണ്. With that key he is opening the key of the bottomless pit. ഈ ഭാഷാപരമായ ലിറ്ററലി അല്ല നമ്മൾ പഠിക്കേണ്ടത്. This languages is not that we have to study about it literally. അഗാധ കൂപം എന്ന് പറഞ്ഞാൽ ബോട്ടംലെസ്, അടിയില്ലാത്ത ഒരു ആഴമേറിയ ഭാഗം. Bottomless pit is a place where there is no bottom in that place. അത് ഭൂമിയിലുള്ളതാണ്. It is there in this earth. ഈ ഭൂമിയിലുള്ള ഒരു അഗാധ കൂപത്തില് കാണാനായിട്ട് ഞാൻ ന്യൂ മെക്സിക്കോയിൽ പോയി. I had gone to New Mexico to see this bottomless pit. എന്റെ സഹപാഠിയും സ്നേഹിതനുമായ പാസ്റ്റർ ബാബു ജോൺ താമസിക്കുന്നത് ന്യൂ മെക്സിക്കോയിലാണ്. My dear friend Pastor Babu John is staying in New Mexico. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കാസ്ബാഗ് കേവ് എന്ന് പറയുന്ന ഒരു ഗുഹ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. When I went there, he went to show me the Casbah cave in their place. അതൊരു വലിയ കേവാണ്.
That is a big cave. ഏകദേശം ഭൂമിയുടെ മുകളിൽ നിന്ന് 2 കിലോമീറ്ററോളം ആഴത്തിൽ ഞങ്ങൾ ഇറങ്ങി. About 2 kilometers deep from the level of the earth we came down. ഏകദേശം 2016 സ്റ്റെപ്പുകൾ, ഉടൻ സ്റ്റെപ്പുകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പിടിച്ചുമൊക്കെയാണ് 216 പിടിച്ചൊക്കെയാണ് ഞങ്ങൾ ഈ 2 കിലോമീറ്റർ ആഴത്തിൽ ചെന്നത്. About 216 steps were there. Holding on to the steps is what we came to this 2 kilometer depth. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ താഴെ ചെന്നപ്പോൾ 80 കിലോമീറ്റർ വ്യാസത്തിലുള്ള ഒരു സ്ഥലം കണ്ടു. When we came 2 kilometer depth down, we saw a 80 kilometer round one place. അവിടെ 75 നില ഒരു കെട്ടിടം, ഒരു ഫ്ലാറ്റ് സമുച്ചയം സുഖമായിട്ടുണ്ടാക്കാൻ കഴിയും. There they can build up to 75 floor flat. അവിടെ ചെന്നപ്പോൾ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്ന അവിടെ നിന്നും താഴോട്ട് പോകുന്ന ഒരു ബോർഡ് ഞാൻ കണ്ടു. From there I saw a board. There's bottomless pit which even goes down from there. അവിടോട്ട് ഞാൻ പോയില്ല, കാരണം അവിടുന്ന് പിന്നെയും 140 അടിയും കൂടെ താഴ്ചയാണ്, നമുക്ക് പോകാൻ പേടി തോന്നും, ഇരുട്ടാണ്. I didn't go there because even 40 feet down and it will be very dark and we'll not be wanting to go there. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബോട്ടംലെസ് പിറ്റ് അല്ല അത്. But this is not the bottomless pit that's mentioned here in Revelation. എങ്കിലും വെളിപ്പാട് പുസ്തകം അറിയാവുന്ന ആരോ ആ സ്ഥലത്തിന് ആ പേരിട്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. But I understood that someone who knows the book of Revelation has named this place. അവിടെ നിന്ന് ഞങ്ങൾ ഒരു പ്രസംഗമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾ കയറിപ്പോന്നു. From there also I gave a message and recorded and came up. അവിടുത്തെ വേറൊരു കാഴ്ച, ആ കേവിനകത്ത് ലക്ഷക്കണക്കിന് വാവലുകളുണ്ട്. In that cave, lakhs of bats are there. പക്ഷെ ഒന്നിനെയും ഞങ്ങൾ കണ്ടില്ല. But none of them we saw. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ, When the sun set, ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ, after 20 to 25 minutes, ഈ കേവിൽ നിന്ന് 10,000 വാവലുകൾ പുറത്തേക്ക് വരും. 10,000s of bats will come out of this cave. ഇതെല്ലാം എവിടെ ഇരുന്നു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും. We will be wondering where were these people hiding. രാവിലെ 4 മുതൽ 6 വരെയുള്ള സമയമാകുമ്പോൾ അതെല്ലാം മടങ്ങി വരും. Between 4 to 6 it will all come back to the cave. ഞങ്ങൾ ഈ കേവിലെല്ലാം കറങ്ങി നടന്നിട്ടും ഇതിനെ ഒന്നും കണ്ടില്ല. As we roamed around the cave, we couldn't see all this bats. ഇവിടുന്ന് ഞങ്ങൾ കയറി വന്നു, സൂര്യൻ അസ്തമിച്ചു. ഞങ്ങൾ എല്ലാവരും അവിടെ ഒരു ചെറിയ സ്റ്റേഡിയത്തിൽ ഇരുന്നു. ഈ വാവല് അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന കാണാൻ. ഒരു സൂര്യൻ അസ്തമിച്ച് ഒരു 10, 25, 30, 28 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ 1, 2, 3, 4, 5, 6, 8, 10, 10,000 ഇതനുസരിച്ച് ഈ വാവൽ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. As we were sitting in a stadium outside and waiting for these bats to come, by 30 minutes after sunset, they came 1, 2, 3 and 10,000s of them came out. പക്ഷെ ആ കാഴ്ച എനിക്ക് ഈ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം കൂടുതൽ പഠിക്കാൻ ഇടയായി. But that vision helped me to understand and learn this book of Revelation chapter 9 well. നാം ഇവിടെ വായിക്കുകയാണ്, ഈ അഗാധ കൂപം ഒരു ദൂതൻ തുറക്കുകയാണ്. Here we see that this angel is opening this bottomless pit. ഭൂമിയെ ശാസ്ത്രപരമായിട്ടും കൂടി ഒന്ന് നമുക്ക് അപഗ്രഥിച്ചു പോകാം. If we understood the earth as the scientific thing, we can understand. നാം ഭൂമിയുടെ ഏകദേശം ഒരു പുറംതോട്ടിൽ താമസിക്കുന്നവരാണ്. We are almost in the periphery of the earth. ശരീരത്തിന്റെ ഒരു തൊലി പോലെ ഉപമിക്കാവുന്ന ഒരു ഭാഗത്ത് താമസിക്കുന്നവരാണ്. The surface can be correlated with the skin of the body. ഇതിന്റെ ഉള്ളിലേക്ക് ഏകദേശം 6,000 കിലോമീറ്റർ ആഴമുണ്ട്. This earth has a 6,000 kilometers depth. ഏകദേശം. About. അപ്പൊ അതിന്റെ പുറത്ത് നമ്മൾ താമസിക്കുകയാണ്. On top of that is what we are staying. ഇവിടെ നിന്നൊരു 60-70 കിലോമീറ്റർ ആഴത്തിലേക്കുള്ള ഭാഗത്തിന് ലിതോസ്ഫിയർ എന്നാണ് പറയുന്നത്. That's for 60 to 70 kilometers is what they call lithosphere. ആ ലിതോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ മാൻഡിലാണ്. മാൻഡിൽ. After the lithosphere is a mantle. ആ മാൻഡിലിന്റെ മുകളിലാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങളെ താങ്ങി നിർത്തുന്ന ഭൗമപാളികൾ കിടക്കുന്നത്. On top of this mantle is the tectonic plates which will put our earth in order. ആ പ്ലേറ്റുകളാകട്ടെ ഈ അസ്നോസ്ഫിയർ, ഈ മാൻഡിലിന്റെ മോൾ ഭാഗം എന്ന് പറയുമ്പോൾ
ഒരു അല്പം കട്ടിയുണ്ടെങ്കിലും ഒരു ദ്രാവക രൂപത്തിൽ ഒരു പ്ലാസ്റ്റിക് മേഖല പോലെയാണ്. On top of this, though they have this firmness, they are almost like semi-solid in their plastic nature. പിന്നെയും താഴോട്ട് ഇറങ്ങി ഒരു 3600 കിലോമീറ്റർ ഒക്കെ, ഒരു 3000 കിലോമീറ്റർ ഒക്കെ വരുമ്പോൾ ഭൂകേന്ദ്രമാണ്. Till as they go deeper and come to 3000 kilometers, we see the core. അവിടെ സകല ലോകങ്ങളും കത്തിയുരുകയാണ്. There all the worlds are being burnt off. സൂര്യനേക്കാൾ ചൂട് അതിനുണ്ട്. More than the heat of the sun, that has the more heat. അത് ഏകദേശം 3600ഓളം കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇതിനകത്ത് ഇങ്ങനെ കത്തി ഉരുകുന്നത്. About 3600 kilometers diameter is what it is burning. ഇതിനൊത്തിരി പരിപാടികൾ ഈ ഭൂമിക്കകത്തുണ്ട്. So much things are there inside the earth. അതിന്റെ മുകളിൽ നമ്മൾ താമസിക്കുന്നു. On top of that is what we are seeing. ഈ നന്മകളെല്ലാം പ്രാപിച്ചിട്ട് അനുസരിക്കാത്തവരെ കുത്താനായിട്ട് കുറെ ജീവികളെ ഈ ബോട്ടംലെസ് പിറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഭൂമിക്കുള്ളിലാണ്. All these people who receive the blessings and still did not receive the Lord Jesus, there are creatures in this bottomless pit who are carefully preserved for them to be tormented. അതാണ് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തില്. That is what is written in the book of Revelation 9. കേരളത്തിലെ ഡ്രോയിങ്ങിലെ ചിത്രകലയില് കേരള സംസ്ഥാനത്തിന്റെ സമ്മാനം ലഭിച്ച എന്റെ ഒരു സ്നേഹിതൻ സാം ഇലവനാൽ എന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. The state of Kerala, for the one who got the wonderful award is my friend Sam. സാം ഇപ്പോഴിന്ന് ഒരു ഡ്രോയിങ് അധ്യാപകനാണ് സ്കൂളില്. He is a school teacher. ഒരിക്കൽ സാമിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തെ കുറിച്ച് ഒരു പുസ്തകം എനിക്ക് എഴുതണം. അപ്പോൾ അതിന്റെ ഒരു കവർ പേജിന് ഈ 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അധോലോക ജീവിയുടെ അതനുസരിച്ചൊരു ചിത്രം വരച്ചു തരണം എന്ന് പറഞ്ഞു. I requested him that I want to write a book on this book of Revelation 9 and I want you to draw a picture of this angel of this bottomless pit. നിങ്ങൾ അതിന്റെ രൂപത്തിലൊരു ചിത്രം ഒന്ന് വരയ്ക്കാനായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ 3 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. If you want to read from understand how to draw it, if you read from the 3rd verse, it's written, then out of the smoke locusts came upon the earth, and to them was given power, as the scorpions of the earth have power. They were commanded not to harm the grass of the earth, or any green thing, or any tree, but only those men who do not have the seal of God on their foreheads. And they were not given authority to kill them, but to torment them for 5 months. Their torment was like the torment of a scorpion when it strikes a man. In those days, men will seek death and will not find it. They will desire to die, and death will flee from them. ആ പുസ്തകത്തിന്റെ കവർ അദ്ദേഹം ഇങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അത് സാധിക്കുന്നില്ലെന്ന്. After 1 to 2 days, he is seeing this. He said, Pastor, it is not possible. ഞാൻ പറഞ്ഞു, ഒന്ന് ഉപവസിച്ചിട്ട് ഒന്ന് വരയ്ക്കാൻ പറഞ്ഞു. I told him, you can fast and then you can draw. അങ്ങനെ അദ്ദേഹം ആ പടം വരച്ചു. Somehow he drew that picture. ഞാൻ ആ പടം നോക്കുകയായിരുന്നു. എന്റെ അടുത്ത റൂമിലുണ്ട്. ഞാൻ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് കാണിക്കാം. I was looking for that picture. It's there in the next room. God willing, I will show it to you in the next class. ഇപ്പോൾ ഞാൻ ആ പടം നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കാൻ പോവുകയാണ്. Now I am going to draw the picture in your mind. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, രാത്രിയിൽ ഉറക്കമില്ലാത്തവരും ഭയമുള്ളവരൊന്നും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യരുത്. Once again, I want to remind you that those who have fear in the night and don't have sleep, don't attend this class for 3 days. ഇത് സ്വപ്നമായി വരാൻ സാധ്യതയുണ്ട്. This can come to you in the form of your dream. ഇത് ഹാരി പോട്ടറിന്റെ കഥയിലുള്ള ഭാവനാ സൃഷ്ടികളൊന്നുമല്ല. This is not the items of the Harry Potter story. അങ്ങനെയുള്ള കഥകളുമൊന്നുമല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. This is not those kinds of fake motives. This is true. അപ്പോൾ ഈ അഗാധ കൂപത്തിനകത്ത് മുഴുവൻ പുകയാണ്. So in this bottomless pit is full of smoke. അത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം പുകയാണ് വരുന്നത്. As soon as it is opened, the smoke is coming out of it. സൂര്യപ്രകാശത്തെ പോലും അത് തടയുന്നു. It is even hindering the light of the sun. ആ പുകയ്ക്കകത്താണ് ഈ അധോലോക ജീവികളെ ഇട്ടിരിക്കുന്നത്. And inside that great smoke is these locusts kept.
ഇതിനകത്ത് കിടന്ന് ഇത് അരിശപ്പെട്ട എങ്ങനെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോഴാണ് ഇതൊന്ന് തുറന്നു വിടുന്നത്. Somehow these locusts are finding themselves to come out of this. They are being tormented, so they want to be escaped, and this is open. അതിൽ നിന്ന് വെട്ടുക്കിളി ഇങ്ങനെ പുറത്തു വരികയാണ്. Like that, all these locusts are coming out. ഞാൻ പറഞ്ഞല്ലോ, കാൽസ്ബാഗ് കേവിൽ മണിക്കൂറുകൾ ഞങ്ങൾ നടന്നിട്ടും ഒരൊറ്റ ബാറ്റ് ഈ എന്തുവാ ആ ജീവിക വവ്വാലിനെ കണ്ടില്ല. If we said no hours of time we walked in that cave, Kaspek cave, and still we didn't see any bat. ഞങ്ങൾ പുറത്തു വന്ന് ഇരുന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് കാണുന്നത് 10,000 വവ്വാലുകൾ ഞങ്ങൾ നടന്ന അതേ സ്ഥലത്ത് നിന്ന് പറന്നു വരികയാണ്. When we came out after 30 minutes of sunset, the place where we had gone, from that place, then thousands of bats are coming out. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഈയലുകളും ചില ഉറുമ്പുകൾ ചിറകുകൾ വെച്ചും പറന്നു വരുന്ന കണ്ടിട്ടില്ലേ? Some people, sometimes we have seen even in near our homes, some insects will come with their wings flying. ആയിരക്കണക്കിന് വന്നിങ്ങനെ പറന്ന് ഈ ലൈറ്റുള്ളിടത്തൊക്കെ നിൽക്കും. ഇതെല്ലാം ഈ ഭൂമിയുടെ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇരുന്നാണ്, പകലൊന്നും നമ്മൾ അതിനെ കണ്ടിട്ടില്ല. Thousands of them come to this light and they are going around that light, but they were in a small place, no one would have noticed it. ഇതുപോലെ ഈ അധോലോക ജീവികൾ വരികയാണ്. Like that, these bottomless pit insects are coming. ഇതിന്റെ പേര് പൊതുവെ വെട്ടുക്കിളി എന്നാണ് പറയുന്നത്, പക്ഷെ വെട്ടുക്കിളി അല്ല. Commonly it is called as locust, but it is not the locust that we know of. ഇതിന് സ്ത്രീകളുടെ തലമുടി പോലെ തലമുടിയുണ്ട്. This locust has the hair like that of the women. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്ത്രീകളുടെ തലമുടിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വെപ്പുമുടിയൊന്നുമല്ല, ഒറിജിനലായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. This is not a big hair. I'm telling about the hair of the ancient woman. പക്ഷെ മുഖം ഒരു പുരുഷന്റെ മുഖമാണ്. But the face is of a face of a man. ആദ്യത്തെ തോട്ടത്തിൽ നമുക്ക് തോന്നും ആളൊരു ഹിപ്പിയാണ്. Then we will understand, oh, this is someone like a hippie. കുറെ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ആളിന്റെ ഈ മുഖത്ത് ഈ മുഖം പുരുഷന്റെ മുഖമാണ് എന്ന് നമ്മൾ കാണുന്നു. എന്നിട്ട് അതിനൊരു വാലുണ്ട്. Then we see it has a tail. ആ വാല് തേളിന്റെ വാല് പോലെയാണ്. That tail is like the tail of the scorpion. അത് തന്നെ ഇതിന്റെ മുഖത്തിൽ പല്ലുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ. And it has in its face the teeth. Teeth is like the lion. അതിന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു കുതിരയെ പോലെയൊക്കെയാണ്. Their body is like the horses running into battle. എന്നാൽ വെട്ടുക്കിളിയുടെ ചിറക് പോലെയൊക്കെ അതിന് ചിറകുണ്ട്. But they have wings like that of locust. ഒരു പ്രത്യേക രൂപം. This is a specific creature. അപ്പൊ ഞാൻ അതേ ഒന്നുകൂടെ പറയാം. Once again I will tell. പുരുഷന്റെ മുഖം, A face of a human. സിംഹത്തിന്റെ പല്ലുകൾ, A lion's teeth. സ്ത്രീയുടെ തലമുടി, Women's hair. വെട്ടുക്കിളിയെ പോലെ ചിറക്, The wings of a locust. കുതിരയെ പോലുള്ള കാലുകൾ, The legs like that of horse. തേളിന്റെ വാല്, And the tail of the scorpion. ആ വാലിൽ നല്ല വിഷമുള്ളുണ്ട്. And in that tail, a good amount of sting is there. ഇങ്ങനെ ഒരു 8-10 എണ്ണം നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? Like this 8 of them come into our home, what will be our situation? ഏത് മിടുക്കിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും? Which smart man can take like that? ഇതിന് മനുഷ്യനെ കുത്തുവാനുള്ള ഒരു അധികാരം കൊടുക്കുകയാണ്. And for this is given an authority to sting the human being. 5 മാസമാണ് ഇത് ഭൂമിയിലുള്ളത്. For 5 months it is there on this earth. ഇത് വാലുകൊണ്ട് മനുഷ്യരെ കുത്തും. It is stinging man with their tail. ഇത് കുത്തുമ്പോൾ തേള് കുത്തുമ്പോഴുള്ള വേദനയാണ് ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. When it stings, it's like the sting of a scorpion, the pain in the body. അതുകൊണ്ട് മനുഷ്യൻ മരണം കൊതിക്കും. Therefore, the human beings will desire to die. പക്ഷെ 5 മാസം മരണം ദൈവം നിരോധിക്കും. But 5 months the Lord will deny death. അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്താലും അയാൾക്ക് മരിക്കാനൊക്കെയാണ്. So even if a person tries to commit suicide, he cannot be killed.
ഉദാഹരണമായിട്ട് ഒരാളെ കെട്ടി ഈ വേദന സഹിക്കാൻ കഴിയാതെ ഈ വേദന എന്ന് പറഞ്ഞാൽ 5 മാസത്തോളം നിൽക്കുകയാണ്. This tormenting pain is there for 5 months. The person is bound. നിങ്ങളിൽ എത്ര പേര് തേളിന് കുത്തേറ്റിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how many of you have got sting of the scorpion. ഞാൻ തേളിനെ കൊന്നിട്ടുണ്ട്, തേളിന്റെ കുത്തേറ്റിട്ടില്ല. I have killed the scorpion. I have not got the sting of it. എന്റെ അറിവ് ശരിയാണെങ്കിൽ 24 മണിക്കൂറുകൾ ഇതിന്റെ വേദന നിൽക്കുമെന്നാ പറയുന്നത്. If I understood it well, 24 hours this pain can stay on. അത് പല്ലുവേദനയും തലവേദനയും പോലുള്ള വേദനയൊന്നുമല്ല. It is not like our teeth pain or a headache. അത് പ്രസവവേദനയേക്കാൾ കുറെ ഭയങ്കരമാണെന്നാണ് ഇത് അനുഭവിച്ചവര് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. Those who have experienced it tell that it is worse than the labor pain. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ നല്ല വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു തേള് കുത്തിയെന്നിരിക്കട്ടെ. If you want to understand it, the one who is very hungry, one scorpion has bitten him. ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണിയുമായിട്ട് നിങ്ങൾ ചെന്നാൽ അവൻ അതെടുത്ത് നിന്റെ മുഖത്തെറിയും. അത്ര അരിശത്തിലാണ് അവൻ ഇരിക്കുന്നത്. The best biryani which he likes, if you could take it to him, he will throw it to your face because he's so angry and tormented by it. ഒരു വിവാഹാലോചനയ്ക്ക് വേണ്ടി ഒരുങ്ങി നിന്ന ഒരു പെൺകുട്ടിയെ ഒരു തേൾ കുത്തിയെന്നിരിക്കട്ടെ. Imagine a girl who was ready for the marriage counseling and now the scorpion bit her. ആ സന്ദർഭത്തിൽ ഏത് സിനിമാ നടനാണെങ്കിൽ പോലും ഈ പെണ്ണ് അവനെ കാണാൻ ഇഷ്ടപ്പെടുകയില്ല. അത്ര വേദനയായിരിക്കും. At that time, if even a cinema actor will not be desiring to see this girl because she will be so angry. ഇത് സാധാരണ തേള് കുത്തുന്ന പോലല്ല, ആയിരക്കണക്കിന് തേള് കുത്തുന്ന വേദനയാണ്. ഇതിന്റെ വേദന 5 മാസം നിൽക്കുകയാണ്. This is not an ordinary scorpion. Thousands of scorpions biting at the same time, and this is for 5 അതുകൊണ്ട് months. ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും. Maybe first day they could have bear it. തേള് കുത്തി ഇരിക്കുന്ന ഒരാള് ഡ്രസ് ചെയ്യാനോ കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തയ്യാറാകുകയില്ല വേദന കുറയുന്നവരെ. Till the pain is subsided, they will not be ready to eat, or they will not be wanting to. They'll be not wanting to even. ഇവിടെ അലക്സ് പീറ്റർ ആ പുസ്തകം കാണിക്കുന്നുണ്ടല്ലോ, ചിത്രം കാണിക്കുന്നുണ്ട് അവിടെ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പ്രിയ അലക്സ് ആണ് അതിന്റെ ആ ചിത്രം. In that book cover, Alex is showing that how it is seen. Okay, thank you Alex, thank you. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you brother Alex. അപ്പോൾ ഈ ജീവി കുത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ മരണം കൊതിക്കും എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. So if this being kills, the people will be desiring to die. പക്ഷെ മരണം അവരിൽ വിട്ടുപോകും. But death flees from them. ഇങ്ങനെ ഈ അധോലോക ജീവി കുത്തിയ ഒരാള് ഒരാഴ്ച വരെ പിടിച്ച് നിന്ന് മരുന്നുകൾ കഴിച്ചിട്ടും വേദനാസംഹാരി മരുന്ന് കഴിച്ചിട്ടും ഒന്നും ഉറങ്ങാൻ കഴിയാതെ വരുമ്പോൾ കെട്ടി തൂങ്ങി ചാകാൻ താല്പര്യപ്പെടും. For one week he has taken painkiller. Somehow he is there till the pain is not subsiding. He will try to hang himself. പക്ഷെ ആ ഫാനിൽ തൂങ്ങിക്കിടക്കല്ലാതെ ആള് മരിക്കുകയല്ല. But he will be just hanged by on the fan, but he cannot die. നിങ്ങൾ അതൊരു ഭയങ്കര വ്യാഖ്യാനമായിട്ട് ചിലപ്പോൾ മെഡിക്കൽ മേഖലയിൽ ഉള്ളവർ ചിന്തിച്ചേക്കാം. You may be thinking, oh, this is a ferocious interpretation of this. ഒരാള് തൂങ്ങി മരിക്കുമ്പോൾ അയാളുടെ സ്പൈനൽ കോഡിന് തകരാറ് പറ്റാതെയും ശ്വാസം കിട്ടുകയും ചെയ്താൽ ആ തൂങ്ങി മരണം കൊണ്ട് മരിക്കുകയല്ല, ആ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് മരിക്കുകയല്ല. The one who was hanged, if his spinal cord is not broken or with getting its breath, he will not die. ഒരാൾ തൂങ്ങി ചാടുമ്പോൾ സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകർച്ചയും ശ്വാസം വലിക്കാൻ കഴിയാത്ത അവസ്ഥയും വരുന്നതുകൊണ്ടാണ് മരിക്കുന്നത്. Because he cannot breathe and the spinal cord is broken while he's hanging, that's why he died. എന്നാൽ ഈ ജീവി കുത്തിക്കഴിയുമ്പോൾ ഈ സ്പൈനൽ കോഡും ഒരു കോഡും തകരാത്ത നല്ല കമ്പി പോലാകും. അത് മാത്രമല്ല പലയിടവും തുറന്ന് ഇവന് ഇഷ്ടം പോലെ ശ്വാസം കിട്ടും. അതുകൊണ്ട് അവിടെ തൂങ്ങിക്കിടക്കുകയുള്ളൂ. When this being bites, this cord is all strong, it cannot be broken by anything, and they will have good able to breathe because everything will be open. അപ്പോൾ ഇവൻ 5 മാസം മരിക്കാതിരിക്കാനുള്ള മരുന്നും കൂടെ ഈ കുത്തിവെക്കുന്നതിൽ ഉണ്ടാകും. So I think that when they sting this 5 months that they cannot die, in that way they will be vaccinated. അത്ര ഭയാനകമായ ഒരു കാലം വരികയാണ്.
that kind of a great ferocious period is coming. അതിനു മുൻപ് നമ്മുടെ കർത്താവ് വരും. Before that, our Lord will come. നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് പോകണം. We need to go to our Lord. ഞാൻ എന്റെ ഭാവനയില് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയാം. ഇതൊരു ഭാവനയാണ്. I want to think in my imagination about a young man. മാതാപിതാക്കൾക്ക് ഏക മകൻ. He is the son to his only son to his parents. മാതാപിതാക്കൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. His parents have accepted the Lord Jesus and they are walking in the commands of the Lord. ഈ മകൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവനും ബൈബിൾ വിശ്വസിക്കുന്നവനും കർത്താവിനെ വിശ്വസിക്കുന്നവനും ആർക്കും ദ്രോഹം ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനാണ്. This son is the one who obeys his parents, loves them. He is not troubling anyone. എങ്കിലും രക്ഷിക്കപ്പെടാനോ സ്നാനപ്പെടാനോ ദൈവസഭയിലേക്ക് വരുവാനോ അവന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. Yet his pride did not allow him to be saved or to come to the church or to come closer to God. അവന്റെ കൂട്ടുകാര്, അവന്റെ ഒപ്പം കോളേജിൽ പഠിക്കുന്നവര് ഇടയ്ക്ക് സിനിമ കാണണം, അവിടെ പോകണം, ഇവിടെ പോകണം. അപ്പൊ അതൊക്കെയാണ് അവന് വലിയ കാര്യം. അവന് ഈ ബൈബിളും ഒക്കെ ആയിട്ട് ഈ ആരാധനയ്ക്ക് പോകുന്നത് ഒരു നാണക്കേട് പോലെ ഈ ചെറുപ്പക്കാരന് തോന്നുകയാണ്. He wanted to go off with his friends, see cinemas and go to parties, and coming and following Bible and following church was like a thing of shame for him when he was with his friends. മാതാപിതാക്കൾ അവനോട് രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും സഭയിൽ വരണമെന്നും ഒക്കെ ഉപദേശിക്കുന്നുണ്ട്. His parents had advised him, you have to be saved, you have to come to church and you have to follow him. അവൻ അതിനെ ഒന്നും എതിർക്കുകയില്ലെങ്കിലും സമയമാകുമ്പോൾ അവന്റെ കൂട്ടുകാർ വരും, അവന് പാർക്കിലും മറ്റു ബാറുകളിലും ഒക്കെ ഒന്ന് പോകും. Though he was not against it, when the time was there, his friends used to come, he used to go to park and bar. പക്ഷെ അവൻ മദ്യപിച്ചാൽ ആരെയും ഉപദ്രവിക്കുകയില്ല. If he is drunk, he will not trouble anyone. അവൻ കള്ളം പറയുകയില്ല, അവൻ ചതിക്കുകയില്ല. He will not say lies or cheat anyone. അവന് ഈ ഒരു വിഷയം ഒഴികെ മാതാപിതാക്കളെ ഒക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യും. Apart from this, he obeys his parents in other matters. അങ്ങനെ ജീവിക്കുന്ന ആ സമയത്ത് In that time when he was living like this, യേശു വരികയാണ്. Jesus come. അവന്റെ മാതാപിതാക്കൾ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോയി. His parents are transformed and went to the Lord Jesus. അവൻ വീട്ടിൽ വന്നപ്പോൾ When he came to his house, അമ്മയെ കാണുന്നില്ല, he is not able to find his mother. അവന്റെ ഡാഡിയെ കാണുന്നില്ല. He is not able to find his father. അവിടെ എല്ലാം അവൻ വിളിച്ചു നടന്നു. He is going and crying out, where are they? അവനെ കാണുന്നില്ല. They are not found. അവൻ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചു, ആരാധനയ്ക്ക് പോയതാണ് ഈ പപ്പായും മമ്മിയും. പക്ഷേ പാസ്റ്ററെ വിളിച്ചു. He called his pastor. Maybe my dad and mom would have gone for some worship. So he called his pastor. പാസ്റ്റർ അവൻ ബഹുമാനിക്കുന്നവനാണ് ഈ ചെറുപ്പക്കാരൻ. Pastor, he is the one, he honors him. പക്ഷെ പാസ്റ്റർ ഫോൺ എടുക്കുന്നില്ല. But pastor is also not picking up the phone. അവൻ അറിയാവുന്ന അവന്റെ ഡാഡിയുടെ ചില കൂട്ടുകാർ ആ സഭയിലുണ്ട്, അവരെ വിളിച്ചു. He called his friends of his dad in the church and he called them. പക്ഷെ അവരിലും പലരും എടുക്കുന്നില്ല. In that also many people are not picking. എന്നാൽ സഭയിലുള്ള ഒരു കൂട്ടുകാരനെ അവന് കിട്ടി. But he finally got one friend from his church. അവന് ഈ സ്നാനപ്പെട്ടവനും ഈ സഭയിൽ പോകുന്നവനുമാണ്. He is the one who was baptized and he was going to the church. ഇടയ്ക്ക് ഇവന്റെ കൂടെ ബാറിൽ പോവുകയും കുടിക്കുകയും ചെയ്യുന്നവനാണ്. In between he used to go with him and go and drink at the bar. പക്ഷെ അവൻ ഇവനേക്കാൾ വ്യത്യാസമുണ്ട്. അവൻ കുടിക്കുമെങ്കിലും അവൻ ചർച്ചയിൽ പോകുന്നവനാണ്. One difference is, though he drinks, he goes to the church. അവനുണ്ട്, അവനെ കിട്ടി. So he was there. He got him on the phone. അവനും ആകപ്പാട് പരവേശത്തിലാണ്. അവന് ഈ വിവരം ചോദിച്ചെന്ത് പറ്റി. He also was in a great surprise. He came to അവൻ പറഞ്ഞു, അവന്റെ പപ്പായും മമ്മിയും എല്ലാം ആരെയും കാണുന്നില്ല. He also told, I am also not able to find my parents. സഭയിലെ പലരെയും കാണുന്നില്ല. Many people in the church are also not to be found. ആകപ്പാടെ ഞാനും നമ്മുടെ സഭയിലെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന അവറാച്ചായനും മാത്രമേ ഇപ്പോഴുള്ളൂ, മറ്റാരെയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. Only me and the one who is frequently fights, that Avrachan is there. No one else is found. പിന്നെ സഭയിൽ എപ്പോഴും നുണ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ മറിയാമ്മയും ഉണ്ട്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഈ 500 പേരുള്ള സഭയിൽ ഇപ്പോഴും വിടുന്നവർ. Another one lady who always tells lies and goes around, Mariamma is there. Only 3 of us are there in the church.
അപ്പോൾ ഈ പിള്ളേർക്ക് മനസ്സിലായി കർത്താവ് വന്നു, കർത്താവ് പോയി, ഈ ആൾക്കാരെല്ലാം പോയെന്ന് മനസ്സിലായി. These children understood that the Lord Jesus came and all these people were taken up. അപ്പോൾ ടിവിയിലെല്ലാം വാർത്ത വരികയാണ്. All the news are flashing on the screen. അനേകരെ കാണാനില്ല. Many people are not found. ആരെയും ഒത്തിരി പേരെ കാണാനില്ല, പല രാജ്യങ്ങളിൽ നിന്ന് കാണാനില്ല. Many people in many kingdoms are lost. Yes, Pastor, stay connected. Yeah, I think there was a network connection. Just a minute. Praise the Lord. കേൾക്കാമോ? Praise the Lord. കേൾക്കാം. Yeah. എന്റെ ഇവിടെ നെറ്റ് പോയതാണ്. ഞങ്ങൾക്ക് ഇവിടെ നെറ്റ് കണക്ഷൻ No problem, Pastor. Please continue. കർത്താവ് വന്നു, എന്റെ മക്കൾ പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായി. Lord came and the children understood that their parents were taken out. അവർ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. He understood he lost their parents. അന്ന് രാത്രിയിൽ ഒരു സംഭവം നടക്കുകയാണ്. That night this incident happened. അവൻ പാർക്കുന്ന വലിയ മാളികയിൽ, in the great mansion that he is living in. അപ്പനും അമ്മയും ഒന്നുമില്ല. His parents are not there. അർദ്ധരാത്രിയായി. Midnight happened. ഒരു വലിയ ദുർഗന്ധം അവിടെ വ്യാപിച്ചു. Suddenly there was a great thing happened there. അവന്റെ മുറിയിലേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. Someone is coming, walking to his room. അവൻ ആ മുഖം കണ്ട ഒരു പുരുഷന്റെ മുഖമാണ്. He saw that was the face of a human man. സ്ത്രീയുടെ തലമുടി പോലെ തലമുടിയുണ്ട്. The woman's hair he has. സിംഹത്തിന്റെ പല്ല് പോലെ അതിന് പല്ലുണ്ട്. Like a lion's teeth it has. പുറകിൽ തേളിന്റെ വാല് പോലെ വാലുണ്ട്. And behind the tail like a scorpion. ഇങ്ങനെയുള്ള ജീവികൾ വരുമെന്ന് അവന്റെ ഡാഡി പറഞ്ഞത് അവൻ ഓർത്തു. He understood that his daddy had mentioned about these living creatures who will come. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് തന്റെ മുൻപിൽ നിൽക്കുകയാണ്. Now literally these living creatures are in front of him. അവന്റെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങി. His hands and feet started shivering. ആ ജീവി പാഞ്ഞു വന്ന് അവനെ കുത്തി. It came and tormented him, stung him. അവൻ അവിടെ നിന്ന് സ്റ്റെയർകേസ് ഇറങ്ങി പുറത്തു വന്നു. Came out of the staircase and came out. അവിടെ വന്നപ്പോൾ ഒരു 100 അധോലോക ജീവികൾ ഇങ്ങനെ വാലുയർത്തി നിൽക്കുകയാണ്. Like that, hundreds of creatures with their wings spread across, they are standing there. അതെല്ലാം അവനെ കുത്തി. Everything started stinging him. എത്ര ഭയാനകമായ ഒരു കാര്യം. What a sad incident.
ഇതൊരു ഭാവനയാണെങ്കിലും ഇത് സംഭവിക്കും. Though this is an imagination, it will happen. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, Therefore, dear friends, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. those who are not yet saved should be saved. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. Those who are not taking baptism should take the baptism. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കണം. Those who have not received the anointing should receive the anointing. ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്തവർ ക്രമീകരിക്കണം. Those who do not have the holiness in their life should prepare their hearts and renew to Him. കർത്താവിന് വേണ്ടി ഒരുങ്ങണം. Prepare for the coming of the Lord. കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടാൽ, If you are rejected at the coming of the Lord Jesus, ഈ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന this whatever is written in the book of Revelation 9, അധോലോക ജീവിയുടെ മുൻപിലേക്കായിരിക്കും, അല്ല ആ ജീവി നിന്റെ മുൻപിലേക്കായിരിക്കും വരുന്നത്. you will be in the front of the creature from the bottomless pit, otherwise that creature will come in front of you. അത് കുത്തിക്കഴിഞ്ഞാൽ 5 മാസം അതിന്റെ വേദന നിലനിൽക്കും. If that sting is there for 5 months, that pain will be there. എത്ര ഭയാനകമാണ്! What a ferocious thing it is. 5ാമത്തെ ദൂതൻ കാഹളമൂതുമ്പോൾ ഈ അധോലോക ജീവികളാണ് വരാൻ പോകുന്നത്. When the 5th angel is blowing his trumpet, this creatures from the bottomless pit is coming. ഈ അധോലോക ജീവികളെ നിയന്ത്രിക്കേണ്ടതിന് മന്ത്രിസഭ കൂടും. There will be great parliaments and everyone coming to control this torment of this insects. എല്ലാ പോലീസുകാരും മിലിറ്ററി എല്ലാം ഒരുങ്ങി നിൽക്കണമെന്ന് കൽപ്പിക്കും. All the police, paramilitary, everyone will be there to be ready to stand against it. പക്ഷേ നിയമമന്ദിരത്തില് പാർലമെന്റില് ഈ ജീവികൾ ചെല്ലും. But even in the place where parliament is there, these creatures will go. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന രംഗം അന്നത്തെ ടിവിയിൽ നമുക്ക് കാണാൻ കഴിയും. Even the health minister along will see the TV running out with this pain and torment. പോലീസ് സ്റ്റേഷനിലെ കൂട്ട നിലവിളികൾ ഉയരും. There will be great wailings in the police stations. എല്ലാ പോലീസുകാരെയും കുത്തി ഓടിക്കുന്ന കാലമായിരിക്കും അത്. Every police will be tormented, stung by this pain. അന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ ആരും വരികയില്ല. That time, Vellore Hospital people will not come. ഒരാളും വീട്ടിൽ നിന്നിറങ്ങിയാൽ ഈ ഒരു ജീവി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ No one will even get out of their homes because of this beings there. ആരെല്ലാം തടഞ്ഞാലും ഇല്ലെങ്കിലും ഇത് വരിക തന്നെ ചെയ്യും. Whatever people may hinder, this will come. ഇതെല്ലാം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. All these are being prepared in the bottomless pit. ഇതൊന്നും അറിയാതെ അവന്റെ കാൽക്കീഴിൽ അവൻ പാർക്കുന്ന ഭൂമിയുടെ ഉള്ളിൽ ഇതെല്ലാം നൽകിയ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ ശിക്ഷിക്കാനുള്ള ജീവികൾ ഒരുങ്ങി നിൽക്കുന്നു. Without knowing this, when one person's under the feet in this earth, when they are being prepared, the people, they are being prepared to torment and punish those people. ഉണരാം. Therefore, let us prepare ourselves. Let us come to the Lord. ഈ മഹോപദ്രവകാലത്തെ ജീവികളല്ല, നമ്മൾ നമ്മുടെ കർത്താവിനെയാണ് നോക്കുന്നത്. We are not looking at this beings of this great tribulation. We are looking at our Lord. ഈ ജീവി നമ്മളെ കുത്താതിരിക്കേണ്ടതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയത്. The Lord has given the crown of thorns so that we will not be tormented by this. ഈ ജീവികൾ നമ്മളെ കുത്താതിരിക്കേണ്ടതിനാണ് തന്റെ കാൽക്കരങ്ങൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടത്. This creature should not sting us. That is why his feet was pierced with the nails. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. Let us trust in the Lord. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. For those who are in Christ Jesus, there is no punishment. അവർ ഈ ജീവികൾ വരുന്നതിന് മുൻപേ, 5ാമത്തെ ദൂതൻ കാഹളമൂതുന്നതിന് മുൻപേ കർത്താവിന്റെ കാഹള ശബ്ദം കേട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. Before these creatures come, before this 5th angel trumpet, they hear the trump of the archangel and go to the presence of the Lord Jesus. അതിനായിട്ട് ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. And may the Lord bless and help us for all of this. Thank you. Praise God. Amen. Praise God that the Lord has spoken to us. Can I request my dad to lead us in prayer? And praise God. Thank you. Let us pray. Most loving and living Heavenly Father, what a joy to come together like this. Lord, thank you for clearly talking to us. Bless Pastor Paul Gopalakrishnan. Pray for all the participants.
You have brought out the fifth angel with the trumpet. Lord, what a tragic event for the people, those who are not with Jesus. Let us accept Jesus Christ and follow Jesus according to the word of God, O Father. Let us not backslide or let us not have the unsaved attitude. Thank you for bringing out the valuable testimony, precious testimony of Rajesh and family, and also the good illustration and teaching of our dear teacher. Thank you for everyone. And let us prepare to meet thee in the mid-heaven, O Father. Thank you for this wonderful, blessed Revelation Bible study. We commit and surrender each one of us. In Jesus' name we pray. Amen. Amen. Thank you. Amen. Thank you. Praise God. Thank you so much.